ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ പൊന്നാമര അടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ കോഴിക്കോടിന്റെ ശബ്ദം 1000 തവണ മുഴങ്ങാൻ നിങ്ങളുടെ ജനപ്രതിനിധിയായി നിങ്ങളുടെ ജനനായകനായി ശ്രീ MT രമേശിനെ തെരഞ്ഞെടുത്തയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ബഹുമാന്യരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, മാറാടിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ധീര ബലിദാനികൾക്ക് പുഷ്പാർച്ചന നടത്തി കോഴിക്കോടിന് അർഹമായ അംഗീകാരങ്ങളും വികസന സ്വപ്നങ്ങളും നഷ്ടപ്പെടുത്തിയ ഇടതു വലതു മുന്നണികളുടെ നെറികെട്ട രാഷ്ട്രീയ സമസ്യയ്ക്ക് അറുതി വരുത്താൻ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്ന ജനനായകൻ, നമ്മെ അറിയുന്ന ഈ നാടിന്റെ ഹൃദയതാളം തൊട്ടറിഞ്ഞ വികസന നായകൻ, അഴിമതിയുടെ കറവുകളാത്ത കരങ്ങളും കളങ്കമില്ലാത്ത പുഞ്ചിരിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയുമായി നാട്യങ്ങളില്ലാത്ത നാടിന്റെ നായകത്വവുമായി പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിയ പ്രൗഢ വ്യക്തിത്വമായി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ നഭോമണ്ഡലത്തിലേക്ക് ഉദിച്ചുയർന്ന നായകൻ ശ്രീ MT രമേശിന് ശാന്തിയുടെ ചിഹ്നമായ, ഐശ്വര്യത്തിന്റെ ചിഹ്നമായ, സമ്പൽ സമൃദ്ധിയുടെ ചിഹ്നമായ പൊന്നാമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മായാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അണിചേരുക. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തകർന്നുപോയ മാർഗം വീടുകളിലേക്ക് നൽകി ധർമ്മോത്സുകനാക്കുകയും അതിനൊരു ലോകമെന്നാളും സത്യത്തിന്റെ ധർമ്മത്തിന്റെ തന്നെ പേര് വിളിച്ച ആശ്രിതമായ വിശ്വവിജ്ഞാനത്തോടെ ഭാരതത്തിന്റെ ഹൃദയനാളം തൊട്ടറിഞ്ഞ് സമസ്ത മേഖലയിലും സമഗ്ര പുരോഗതിയുടെ കയ്യൊപ്പ് ചാർത്തി വികസനത്തിന്റെ തങ്കത്തിളക്കവുമായി ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് തങ്കത്തേര് തെളിച്ച് ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ ഭാരതത്തിന് ഇരിപ്പിടമൊരുക്കിയ ഭാരതാംബയുടെ ധീരപുത്രൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്ന തേജസ്സുമായി ഭാരതത്തെ ഉന്നതിയിൽ നിന്നും അത്യുന്നതങ്ങളിലേക്ക് നയിക്കുന്ന ഭാരതത്തിന്റെ സൂര്യപുത്രൻ നരേന്ദ്രമോദിയുടെ തുടർ ഭരണത്തിനായി ജനം വിരൽത്തുമ്പുകൊണ്ട് വിധിയെഴുതുന്ന ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ജനനായകൻ, നമ്മെ അറിയുന്ന നാടറിയുന്ന നാടിനെ അറിയുന്ന ഈ നാടിന്റെ ഹൃദയതാളം തൊട്ടറിഞ്ഞ നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ, അഴിമതിയുടെ കറവിരളാത്ത കരങ്ങളും കളങ്കമില്ലാത്ത പുഞ്ചിരിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയുമായി പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിയ പ്രൗഢ വ്യക്തിത്വമായി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ നഭോമണ്ഡലത്തിലേക്ക് ഉദിച്ചുയർന്ന ജനനായകൻ ശ്രീ MT രമേശിനെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിഹ്നമായ പൊന്നാമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാന അവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അണിചേരും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് പഠിപ്പിച്ച, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ച, മനുഷ്യന്റെ മതം
മനുഷ്യത്വമാണ് എന്ന് ലോക ജനതയെ പഠിപ്പിച്ച ആർഷഭാരത സംസ്കാരത്തിന്റെ ആത്മീയാചാര്യന്മാരായ ശ്രീനാരായണ ഗുരുദേവരും ചട്ടമ്പിസ്വാമികൾക്കും ജന്മം നൽകിയ പരിപാവനമായ കേരള മണ്ണിൽ ജാതിയുടെ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് രക്തക്കറ വീഴ്ത്തുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ അമരക്കാർക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കാൻ, രാഷ്ട്രീയ എതിരാളികളുടെ ശരീരത്തിലേക്ക് 50ഉം 51ഉം വെട്ടുവെട്ടും അക്രമ രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കാൻ, രാഷ്ട്രീയ എതിരാളികൾ അത് വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ദിവസങ്ങളോളം ക്രൂരമർദ്ദനവും പീഡനവും കെട്ടിത്തൂക്കി കൊല്ലും അക്രമ രാഷ്ട്രീയം അത് കേരളത്തിന് വേണ്ട, ഇന്ത്യക്ക് വേണ്ടെന്ന് പ്രഖ്യാപിക്കാൻ, ഭാരതാംബയുടെ ധീരപുത്രൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ജനനായകൻ, നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നാടറിയുന്ന, നാടിനെ അറിയുന്ന, ഈ നാടിന്റെ ഹൃദയതാളം തൊട്ടറിഞ്ഞ ഭാഗ്യങ്ങളില്ലാത്ത നാട്ടുകാരൻ ശ്രീ എം.ടി. രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ചിഹ്നമായ പൊൻതാമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ വില മതിക്കാനാവാത്ത സമ്മതിദാന അവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഭാരതത്തിന്റെ ഹൃദയതാളം തൊട്ടറിഞ്ഞ് സമസ്ത മേഖലയിലും സമഗ്ര പുരോഗതിയുടെ കയ്യൊപ്പ് ചാർത്തി വികസനത്തിന്റെ അംഗത്തിളക്കവുമായി ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് തങ്കത്തേര് തെളിച്ച് ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ ഭാരതത്തിന് ഇരിപ്പിടമൊരുക്കിയ ഭാരതാംബയുടെ ധീരപുത്രൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്ന തേജസ്സുമായി ഭാരതത്തെ ഉന്നതിയിൽ നിന്നും അത്യുന്നതങ്ങളിലേക്ക് നയിക്കുന്ന ഭാരതത്തിന്റെ സൂര്യപുത്രൻ നരേന്ദ്രമോദിയുടെ തുടർഭരണത്തിനായി ജനം വിരൽ തുമ്പുകൊണ്ട് വിധിയെഴുതുന്ന ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ജനനായകൻ, അഴിമതിയുടെ കറപുരളാത്ത കരങ്ങളും കളങ്കമില്ലാത്ത പുഞ്ചിരിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയും നാട്യങ്ങളില്ലാത്ത നാടിന്റെ നായകത്വവുമായി പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിയ പ്രൗഢ വ്യക്തിത്വമായി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ നഭോമണ്ഡലത്തിലേക്ക് ഉദിച്ചുയർന്ന ജനനായകൻ ശ്രീ എം.ടി. രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിഹ്നമായ പൊൻതാമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വില മതിക്കാനാവാത്ത സമ്മതിദാന അവകാശം വിരൽ തുമ്പിലെ വിസ്മയമായി രേഖപ്പെടുത്തി കോഴിക്കോടിന്റെ ശബ്ദം, കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങളെ ഒരു തവണയല്ല 1000 തവണ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ മുഴങ്ങി കേൾക്കാൻ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാന അവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്ന ജനനായകൻ, അഴിമതിയുടെ കറപുരളാത്ത കരങ്ങളും കളങ്കമില്ലാത്ത പുഞ്ചിരിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയുമായി നാട്യങ്ങളില്ലാതെ നാടിന്റെ നായകത്വമായി പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിയ പ്രൗഢ വ്യക്തിത്വമായി കോഴിക്കോടിന്റെ അഴിമതിയുടെ കറപുരളാത്ത കരങ്ങളും കളങ്കമില്ലാത്ത പുഞ്ചിരിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയുമായി നാട്യങ്ങളില്ലാത്ത നായകത്വമായി പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിയ പ്രൗഢ വ്യക്തിത്വമായി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ നവോമണ്ഡലത്തിലേക്ക് കുതിച്ചുയർന്ന ജനനായകൻ ശ്രീ എം.ടി. രമേശിന്
ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ പൊൻതാമരയടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മായാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ധർമ്മം ക്ഷയിച്ച് അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മ പുനഃസ്ഥാപിതാർത്ഥം തിരുവവതാരം ചെയ്ത വിശ്വരക്ഷകനെ പോലെ ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചോജസ്സും തേജസ്സും നഷ്ടപ്പെട്ടുപോയ ഭാരതത്തിന്റെ ഹൃദയനാളം തൊട്ടറിഞ്ഞ് സമസ്ത മേഖലയിലും സമഗ്ര പുരോഗതിയുടെ കൈയൊപ്പു ചാർത്തി വികസനത്തിന്റെ തങ്കത്തിളക്കവുമായി ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് തങ്കത്തേര് വിളിച്ച് ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ ഭാരതത്തിന് ഇരിപ്പിടമൊരുക്കിയ ഭാരതാംബയുടെ ധീരപുത്രൻ നരേന്ദ്ര ദാമോദർദാസ് മോദി 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്ന തേജസ്സുമായി ഭാരതത്തെ ഉന്നതിയിൽ നിന്നും അത്യുന്നതങ്ങളിലേക്ക് നയിക്കുന്ന ഭാരതത്തിന്റെ സൂര്യപുത്രൻ നരേന്ദ്രമോദിയുടെ തുടർ ഭരണത്തിനായി ജനം വിരൽ തുമ്പുകൊണ്ട് വിധിയെഴുതുന്ന ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ജനനായകൻ, അഴിമതിയുടെ കറപുരളാത്ത കരങ്ങളും കളങ്കമില്ലാത്ത പുഞ്ചിരിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയും നാട്യങ്ങളില്ലാത്ത നാടിന്റെ നായകത്വവുമായി പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിയ പ്രൗഢ വ്യക്തിത്വമായി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ നഭോമണ്ഡലത്തിലെ കുതിച്ചുയർന്ന ജനനായകൻ ശ്രീ MG രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിഹ്നമായ പൊൻതാമരയടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മായാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് പഠിപ്പിച്ച, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പഠിപ്പിച്ച, മനുഷ്യന്റെ മതം മനുഷ്യത്വമാണ് എന്ന് ലോക ജനതയെ പഠിപ്പിച്ച ആർഷഭാരത സംസ്കാരത്തിന്റെ ആത്മീയ ആചാര്യന്മാരായ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികൾക്കും ജന്മം നൽകിയ പരിപാവനമായ കേരളത്തിന്റെ മണ്ണിൽ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് രക്തക്കറ വീഴ്ത്തുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ അമരക്കാർക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കാൻ രാഷ്ട്രീയ എതിരാളികളുടെ ശരീരത്തിലേക്ക് കാരിരുമ്പിനെ 50ഉം 51ഉം തവണ ആഴ്ന്നിറക്കുന്ന അക്രമ രാഷ്ട്രീയം കേരള മണ്ണിന് വേണ്ടെന്ന് പ്രഖ്യാപിക്കാൻ രാഷ്ട്രീയ എതിരാളികൾ അത് വിദ്യാർത്ഥികളാണെങ്കിലും 2ഉം 3ഉം ദിവസം ക്രൂരമർദ്ദനത്തിനിരയാക്കി കെട്ടിത്തൂക്കി കൊല്ലുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ അമരക്കാർക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് പ്രജകളെ കാണാനിറങ്ങുന്ന രാജാവിന് 40ഉം 48ഉം വാഹനത്തിന്റെ അകമ്പടി വേണമെങ്കിൽ കേരളത്തിന്റെ ജനതയെ ഭയക്കുന്ന ഒരു ഭരണകർത്താവിനെ കേരളത്തിന് വേണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഭാരതാംബയുടെ ധീരപുത്രൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ജനനായകൻ, അഴിമതിയുടെ കറപുരളാത്ത കരങ്ങളും കളങ്കമില്ലാത്ത പുഞ്ചിരിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയും നാട്യങ്ങളില്ലാത്ത നാടിന്റെ നായകത്വവുമായി പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിയ പ്രൗഢ വ്യക്തിത്വമായി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ നഭോമണ്ഡലത്തിലെ കുതിച്ചുയർന്ന ജനനായകൻ ശ്രീ MG രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ പൊൻതാമരയടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വിലമതിക്കാനാവാത്ത സമ്മതിദാന അവകാശം വിരൽ തുമ്പിലെ വിസ്മയമായി രേഖപ്പെടുത്തി കേരളത്തിന്റെ ശബ്ദമായി കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങളെ ഒരു തവണയല്ല 1000 തവണ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ മുഴങ്ങി കേൾക്കാൻ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാന അവകാശം
ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ പൊൻതാമര അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. പടയും പടയാളികളും പടക്കോപ്പുമായി പടക്കെത്തിയ പറങ്കിപ്പടയെ തീരം തൊടാൻ അനുവദിക്കാതെ തന്റെ ഇരുതല മൂർച്ചയുള്ള പടവാള് കൊണ്ട് പറന്നുകെട്ടിയ സാമൂതിരിയുടെ പോരാട്ട വീര്യം പേറുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കോഴിക്കോടിന്റെ ശബ്ദമായി കോഴിക്കോടിന്റെ പടനായകനായി ഭാരതാംബയുടെ ധീരപുത്രൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കോഴിക്കോടിന്റെ പടനായകനായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജനവിധി തേടുന്ന ജനനായകൻ ശ്രീ MT രമേശിന് അഴിമതിയുടെ കറപുരളാത്ത കരങ്ങളും കളങ്കമില്ലാത്ത പുഞ്ചിരിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയും നാട്യങ്ങളില്ലാത്ത നാടിന്റെ നായകത്വമായി നാം അറിയുന്ന നമ്മെ അറിയുന്ന നാടറിയുന്ന നാടിനെ അറിയുന്ന ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾ അറിയുന്ന ഈ നാടിന്റെ ഹൃദയതാളം തൊട്ടറിഞ്ഞ നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ ശ്രീ MT രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിഹ്നമായ പൊൻതാമര അടയാളത്തിൽ ഞങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മായാത്തംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുത്തയക്കണമെന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അണിചേരുക. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തകർന്നുപോയ പ്രാർത്ഥന ഗീതോപദേശങ്ങളിൽ കർമ്മോത്സുകരാക്കുകയും അതുവഴി ലോകമെമ്പാടും സത്യത്തിന്റെ ധർമ്മത്തിന്റെ തർക്കത്തേരുന്ന ആശ്രിതവത്സരനായ വിശ്വരക്ഷകനെ പോലെ അംഗബലം കൊണ്ട് അംഗത്തട്ടിൽ അംഗം ജയിക്കാൻ എത്തിച്ചേർന്ന കൗരവപ്പടയ്ക്കെതിരെ അടിപതറാതെ പടപൊരുതി കുരുക്ഷേത്രത്തിൽ വിജയത്തിന്റെ പാഞ്ചജന്യം മുഴക്കിയ അർജുനനെ പോലെ ഭാരതത്തിന്റെ ഹൃദയനാളം തൊട്ടറിഞ്ഞ് സമസ്ത മേഖലയിലും സമഗ്ര പുരോഗതിയുടെ കയ്യൊപ്പു ചാർത്തി വികസനത്തിന്റെ തങ്കത്തിളക്കമായി ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് തങ്കത്തേര് തെളിച്ച ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ ഭാരതത്തിന് ഇരിപ്പിടമൊരുക്കിയ ഭാരതാംബയുടെ ധീരപുത്രൻ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്ന തേജസ്സുമായി ഭാരതത്തെ ഉന്നതിയിൽ നിന്നും അത്യുന്നതങ്ങളിലേക്ക് നയിക്കുന്ന ഭാരതത്തിന്റെ സൂര്യപുത്രൻ നരേന്ദ്രമോദിയുടെ തുടർ ഭരണത്തിനായി ജനം വിരൽ തുമ്പുകൊണ്ട് വിധിയെഴുതുന്ന ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ജനനായകൻ നാം അറിയുന്ന നമ്മെ അറിയുന്ന നാടറിയുന്ന നാടിനെ അറിയുന്ന ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾ തൊട്ടറിഞ്ഞ നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ അഴിമതിയുടെ കറപുരളാത്ത കരങ്ങളും കളങ്കമില്ലാത്ത പുഞ്ചിരിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയുമായി നാട്യങ്ങളില്ലാത്ത നാടിന്റെ നായകത്വവുമായി പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിയ പ്രൗഢ വ്യക്തിത്വമായി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ നഭോമണ്ഡലത്തിലേക്ക് ഉദിച്ചുയർന്ന ജനനായകൻ ശ്രീ MT രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ പൊൻതാമരയടയാളത്തിൽ ഞങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മായാത്തംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ MT രമേശ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ച് അണിചേരുക. കോഴിക്കോട് ജില്ലയിലെ വടകര ആയഞ്ചേരിയിൽ ജനിച്ച് ബാല്യകാലം മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകനായും തുടർന്ന്
മടപ്പള്ളി കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ സജീവമായി 1992 മുതൽ ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്ന് യുവമോർച്ചയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തനം തുടങ്ങി. തുടർന്ന് 1998 മുതൽ 2003 വരെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി അലങ്കരിച്ച് BJP സംസ്ഥാന സെക്രട്ടറി, മേഖലാ പ്രസിഡന്റ്, ദേശീയ നിർവാഹക സമിതി അംഗം എന്നീ പദവികളും വഹിച്ച് നിലവിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന ശ്രീ MK രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിഹ്നമായ പൊൻതാമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മായാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. ചരിത്രവും പാരമ്പര്യവും വാണിജ്യ പ്രാധാന്യവും കണക്കിലെടുത്താൽ അർഹിക്കുന്ന വികസനം കൊണ്ടുവരാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കായിട്ടില്ലെങ്കിൽ വികസനവും ജനക്ഷേമവുമാണ് നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം. മൂന്നാം മോദി സർക്കാരിന് കൈയും കരുത്തുമാകാൻ ഒരു ജനപ്രതിനിധി കോഴിക്കോട് മണ്ണിൽ നിന്നുണ്ടാവണം. കോഴിക്കോടിനെ വഞ്ചിക്കുന്ന വേഷം കെട്ടലുകൾക്കല്ല പിന്തുണ നൽകേണ്ടത്. രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്കും വിശിഷ്യ കോഴിക്കോടിന്റെ പുനർനിർമ്മാണത്തിനും ഉതകുന്ന മാറ്റത്തിനാകണം നമ്മുടെ വോട്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മനിരതനായ സാരഥിയായി ജനവിധി തേടുന്ന ശ്രീ MK രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ പൊൻതാമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മായാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കാൻ, രാഷ്ട്രീയ എതിരാളികളുടെ ശരീരത്തിലേക്ക് 50ഉം 51ഉം വെട്ടും അക്രമ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കാൻ, രാഷ്ട്രീയ എതിരാളികൾ വിദ്യാർത്ഥികളായാൽ പോലും 2ഉം 3ഉം ദിവസം ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി കെട്ടിത്തൂക്കി കൊല്ലും അക്രമരായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സുജാമ്യഹം. ധർമ്മം ക്ഷയിച്ച് അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മ പുനഃസ്ഥാപനാർത്ഥം തിരുവവതാരം ചെയ്ത വിശ്വരക്ഷകനെ പോലെ ഭാരതത്തിന്റെ ഹൃദയതാളം തൊട്ടറിച്ച് സമസ്ത മേഖലയിലും സമഗ്ര പുരോഗതിയുടെ കൈയൊപ്പിച്ചാക്കി വികസനത്തിന്റെ വസ്ത്രത്തിളക്കവുമായി ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് സംഘപ്പേര് വിളിച്ച് ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ ഭാരതത്തിന് ഇരിപ്പിടമൊരുക്കിയ ഭാരതാംബയുടെ ധീരപുത്രൻ നരേന്ദ്ര ദാമോദർ മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ 1000 സൂര്യന്മാർ ഒന്നിച്ചുയർന്ന നേതൃത്വമായി ഭാരതത്തെ ഉന്നതിയിൽ വ്യക്തിത്വമായി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ നവോമണ്ഡലത്തിലേക്ക് ഉദിച്ചുയർന്ന ജനനായകൻ ശ്രീ MK രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിഹ്നമായ പൊൻതാമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ വില മതിക്കാനാവാത്ത സമ്മതിദാന അവകാശം വോട്ടുകളായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് പഠിപ്പിച്ച
മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പഠിപ്പിച്ച, മനുഷ്യന്റെ മതം മനുഷ്യത്വമാണ് എന്ന ലോക ജനതയെ പഠിപ്പിച്ച ആർഷഭാരത സംസ്കാരത്തിന്റെ ആത്മീയാചാര്യന്മാരായ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികൾക്കും ജന്മം നൽകിയ പാവനമായ മണ്ണിൽ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് ശക്തി പകരാൻ നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നാടറിയുന്ന, നാടിനെ അറിയുന്ന, നാടിന്റെ ഹൃദയനാളം തൊട്ടറിഞ്ഞ നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ ശ്രീ MT രമേശിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ, ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിഹ്നമായ താമരടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാന അവകാശം വിരൽത്തുമ്പിന വിസ്മയമായി താമരടയാളത്തിൽ രേഖപ്പെടുത്തി കോഴിക്കോടിന്റെ ശബ്ദമായി കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങളെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ ഒരു തവണയല്ല 1000 തവണ മുഴങ്ങി കേൾക്കാൻ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ മായാത്ത അംഗീകാരം പൊൻതാമരടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് Go.